ഉള്ളത് മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വറ്റപ്പാരയും മണങ്ങുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനത് വെട്ടി വെച്ചു. പക്ഷെ രാവിലെ ജോലിയെല്ലാം തീർന്നെൻ്റെ ചോറും തോരനും ഒക്കെ ഉണ്ടാക്കി വെച്ചു. രാവിലെ ഒക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കി, ചോറും തോരനും ഉണ്ടാക്കി, ചോറ് കൊടുത്തു വിട്ട്, മീൻ വറുത്ത്. ഇനി എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ചെറിയൊരു ക്ലീനിങ് പരിപാടിയാണ്. അപ്പം മിറ്റമൊക്കെ തൂത്തിട്ട് വന്ന് ഇനി കറി വെക്കാൻ പോവാണ്. ഞാൻ പാത്രമൊക്കെ ഈ തണുപ്പൊക്കെ പിടിക്കുന്നതുകൊണ്ട് പാത്രമൊക്കെ ഞാനെല്ലാം ഒന്ന് കഴുകി ഇവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കാൻ പോവാണ്. നമ്മൾ തണുപ്പ് പിടിച്ച് കഴിയുമ്പോൾ പാത്രത്തിലൊക്കെ കുത്തുക, അതൊന്ന് കഴുകി റെഡിയാക്കുക. കുറച്ച് കഴുകിക്കൊണ്ട് വെച്ച് ബാക്കി കഴുകട്ടെ. ഞാൻ ഈ വാഷ് ബേസിനിൽ കഴുകുന്നു, പുറത്തിറക്കി കഴുകാൻ പോവാണ്. ഒരു ഡെയിൻമേലായി പോവാണെങ്കിൽ കാണിക്കാം മൊത്ത പരിപാടി. അപ്പം ഇതെല്ലാം കഴുകട്ടെ. നമ്മൾ മീൻ കറി വെക്കാൻ പോകുമ്പോൾ മീൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുവാണ്. അരിയുമാണ്, വെളുത്തുള്ളി, ഇഞ്ചി, സബോളയൊക്കെ. രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് മീൻ കിട്ടും. ഒരു ദിവസം മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു, മഴയായതുകൊണ്ട്. രണ്ടാഴ്ചയായി മീൻ കിട്ടി. ഇഞ്ചി വറ്റപ്പാറ ഇട്ടിട്ട് ബ്രൗണ്ടത് കറി വെക്കാനൊന്നും വിചാരിച്ചു. ഞാൻ ഇതെല്ലാം അരിഞ്ഞ് എടുക്കുക, പൊളിച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കട്ടെ. ഇഡ്ഡലി സാമ്പാർ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാവയ്ക്കൊന്നും ഉണ്ടാക്കി കഴിച്ചതൊന്നുമില്ല. നല്ല മഴയാണ് ഇപ്പോൾ. രാവിലെ ഒരു മഴ. വെളുത്തുള്ളിയും ഇഞ്ചി സവോളയും അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. പാട്ടൊന്നുമില്ല, എല്ലാം ഇട്ട് വട്ടിരിക്കും. നന്നായിട്ട് വട്ടിയിടണം. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി. പെട്ടെന്ന് വാങ്ങിക്കത്തില്ല. മല്ലിപ്പൊടിയുടെ കളർ ഇനി വീട്ടിൽ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മല്ലിയാണ്, അതുകൊണ്ടാണ് മല്ലിപ്പൊടിയുടെ കളർ ഇനി. മുളക് പൊടി ഇതിലിട്ടിട്ട് നമുക്ക് മല്ലിയും പൊടിച്ചത് പൊടി. മുളക് ഭയങ്കര എരിവ്, അതനുസരിച്ച് കുറേ ദിവസമായിട്ട് മീൻകറി കൂട്ടണമെന്ന്. മസാല കിട്ടാനില്ല. അത് ഞങ്ങളിപ്പം ഉള്ളിലോട്ടായതുകൊണ്ട് ഓടിപ്പോണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുകയായിട്ട് മീൻകാരനാക്കുന്നു. അവിടെ ആയിരുന്നപ്പോൾ ഏത് സൈസ് മീൻ വേണമെങ്കിൽ നമുക്ക് നോക്കുകയാണ്. അത് പറ്റത്തില്ല. നമ്മൾ വേണമെങ്കിൽ മീൻ വിൽക്കുന്ന കടയിൽ പോകണം. മീൻ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വേണം മീൻ വാങ്ങിക്കാൻ. എന്നിട്ട്
നന്നായിട്ട് മുളകും മല്ലിയും മഞ്ഞപ്പൊടി എല്ലാം നല്ലതായിട്ട് നമുക്ക് വരുന്നു. ഉള്ളിയൊക്കെ ഉള്ളിയല്ല സബോളയാണ്. ഇതൊക്കെ ഭയങ്കര വിലയായിരിക്കണം. സബോള പിടിച്ചു നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് പൈപ്പ് വെള്ളം. ചിലർ വെള്ളം ചൂട് തിളപ്പിച്ച് കുടിക്കും. ഒക്കെ മെനിക്കിട്ട പരിപാടിയായിരിക്കും. തിളച്ച് വരുമ്പോൾ നമുക്ക് ചൂടിടാം. തിളച്ച് വരുമ്പോൾ ഞാൻ ക്യാമറയുടെ പൊസിഷനിൽ സമയത്ത് തന്നെ കാണുന്നുണ്ടോ സാധനം കൊടുക്കാൻ എണ്ണപ്പൊടി ഒരു 5 വർഷമൊക്കെ ആയിട്ടാണ് ഇതിനുള്ള പൊടി കേട്ടോ. അവിടെ ഇരിപ്പുണ്ട്. പാലിട്ടെ അത് കുറച്ച് മണങ്ങെടുക്കും. അത് വറുത്തേക്കാൻ മണങ്ങല്ല താഴെ 3-4 ജനമുണ്ട്. ഇവിടെ ഇല്ലേ ജനലില്ലാത്ത കാരണം മസാല ഇട്ട് കഴിയുമ്പോൾ തുമ്മായിരിക്കും. അത് ഞാൻ പെട്ടെന്ന് പോയി അവനോട് പറയും. ഫാനുണ്ട് എക്സോസ് അത് ഇട്ട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. മുളകിൻ്റെ മണം കൊണ്ട് തുമ്പി എനിക്കാണെങ്കിൽ ഇന്ന് മുളകിൻ്റെ മണം അടിച്ചാൽ തോന്നി. വറുക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര മുള്ളുള്ള മീനായത്. കറി തിളച്ച് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അതൊക്കെ മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ മീൻ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. കുളിക്കുന്നതിന് മുന്നേ വെട്ടി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് ഇത്രയും മീനുണ്ട് നമുക്ക് വറക്കാം. ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം കൂടെ വരട്ടി വെച്ച് വറക്കാം. മുളകിൻ്റെ ഇതാ കിടന്ന് ചമയ്ക്കുന്നു. ഇത് നമുക്ക് നല്ല ജനലിൽ പോകുന്നെങ്കിൽ ഇത്ര വരത്തില്ല. ഇത് ജനലില്ലാത്തല്ലേ. അതും വരട്ടി വെച്ച് അത് നമുക്ക് ഇതിനകത്തോട്ട് വറക്കാം. ഈ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിക്കകത്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവുകയും ചെയ്യും. അടിയും പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാം. രാവിലെ 1 മണിക്കൂർ മുമ്പ് എന്തൊക്കെ ജോലി ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി ചോറ് വെച്ച് കറി വെച്ച് ആ സമയത്ത് കരണ്ടില്ലായിരുന്നു. ഞാൻ ചട്ടികളൊക്കെ ഇവിടെ എല്ലാം കത്തിച്ച് ദീപാവലി പോലെ കത്തിച്ച് വെച്ചിട്ടാണ് ജോലി. ഇതേ വലുതായിട്ട് കഴിഞ്ഞിട്ടില്ല. ചുമ്മാ അത് കഴുകി വെച്ചിട്ട് അപ്പുറത്തെ ദിവസം കൊണ്ട് വരും. ഇതെല്ലാം നനയത്തില്ല. അപ്പുറത്ത് വരട്ടിയത് നല്ല പഴുപ്പുണ്ട്. അത് വൈകുന്നേരത്ത് കൊണ്ടിട്ടുണ്ട് വലിയ പഴുപ്പ്. ഇവിടെ ഞാൻ നനയത്തില്ലേ കടുവട്ടിക്കാൻ എടുത്ത എണ്ണ കൂടിപ്പോയി. പതിച്ചിട്ട് ഒഴിച്ച് വെച്ച് അതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചിട്ട് ബാക്കി എണ്ണ ഒഴിക്കണം. നോക്കുക
കറി വെക്കുക. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ റെഡി. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു. കരിയാപ്പില ഇപ്പോൾ ഇതാണെൻ്റെ കുഞ്ഞെടുക്കണം. പാത്രങ്ങളൊക്കെ അടപ്പിട്ട് വെച്ചിട്ടുണ്ട്. കഴിയുന്ന പാത്രമെല്ലാം ദൂരെ കൊണ്ടുവയ്ക്കും. പിന്നെ ഉള്ളിക്കകത്ത് നമുക്ക് അപ്പുറത്തും കഴി കമത്തി കൊണ്ടുവയ്ക്കും. പിന്നെ ചെടിക്ക് പുറത്തിൻ്റെ ഉണ്ടെന്നാലും ഓക്കെ. അതാണ് അടുക്കള. കറിവേപ്പില അവിടെ കൊണ്ടുണ്ട് ചൂട് വേണ്ടി. അതാണ് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം റെഡിയാകട്ടെ.